പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സുരക്ഷാ വീഴ്ചയിൽ ആഭ്യന്തര പരിശോധന ആരംഭിച്ചു. ഭരണസമിതി അധ്യക്ഷനായ അഡീഷണൽ ജഡ്ജി ക്ഷേത്രത്തിൽ എത്തി നമ്പിമാരിൽ നിന്ന് വിവരം ശേഖരിച്ചു. ആഭരണങ്ങൾ ക്ഷേത്രത്തിൽ തന്നെ ഉണ്ട് എന്നാണ് ഇവരിൽ നിന്ന് ലഭിച്ച വിശദീകരണം. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നു. അനന്തൻ, ആഭരണങ്ങൾ ക്ഷേത്രത്തിൽ തന്നെ ഉണ്ട് എങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഇത് കാണാനില്ല എന്ന വിവരം പുറത്തേക്ക് വന്നത്? വിശദവിവരങ്ങൾ എന്താണ്? മോത്തി, ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായെന്നും അവിടെ നിന്ന് വൈരനാമ എന്ന അമൂല്യ ആഭരണം അടക്കം അവിടെ വഴിപാടായിട്ട് ലഭിച്ച ആഭരണങ്ങൾ അടക്കം കാണാതെ പോയി എന്നും ഇന്റലിജൻസ് റിപ്പോർട്ടായിരുന്നു. അതിനെ ഉദ്ധരിച്ചാണ് സംസ്ഥാന പോലീസ് മേധാവി ഒരു റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിന് നൽകുകയും ചെയ്തത്. അതിൽ 6 പേർ സുരക്ഷാ പരിശോധനകളില്ലാതെ സ്ഥിരമായി ക്ഷേത്രത്തിൽ പ്രവേശനം നടത്തുന്നു എന്ന വിശദാംശങ്ങളും ഉണ്ടായിരുന്നു. അവരിൽ സംശയവും പ്രകടിപ്പിച്ചിരുന്നു പോലീസ് റിപ്പോർട്ടിൽ. എന്നാൽ ഈ റിപ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്നതിന് പിന്നാലെയാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ആഭ്യന്തര പരിശോധനകൾ ആരംഭിച്ചത്. ഇന്നലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെ നേതൃത്വത്തിൽ ഇന്നലെ ഈ ആഭരണങ്ങൾ സൂക്ഷിക്കുന്ന മുറി തുറന്ന് പരിശോധന നടത്തിയിരുന്നു. അവിടെ ആഭരണങ്ങൾ ഉണ്ട് എന്നുള്ളൊരു വിലയിരുത്തലാണ് നടത്തിയത്. അതിനുശേഷം ഇന്നിപ്പോൾ അല്പസമയം മുമ്പ് ഭരണസമിതി അധ്യക്ഷനായ അഡീഷണൽ ജഡ്ജ് അനിൽകുമാർ ക്ഷേത്രത്തിലെത്തി നമ്പിമാരിൽ നിന്നൊക്കെ വിശദീകരണം തേടി. അപ്പോൾ അവരും പറഞ്ഞത് അവരാണ് ഈ നമ്പിമാരുടെ പക്കലാണ് ഈ ആഭരണങ്ങൾ സൂക്ഷിക്കുന്ന മുറിയുടെ താക്കോലുള്ളത്. അപ്പോൾ അവർ ജഡ്ജിന് നൽകിയ അഡീഷണൽ ജഡ്ജ് ആണ് ഭരണസമിതി അധ്യക്ഷൻ. അദ്ദേഹത്തിന് നൽകിയ മറുപടി എന്ന് പറയുന്നത് ആഭരണങ്ങളൊക്കെ സുരക്ഷിതമായി അവിടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് വാക്കാലാണ് മറുപടി നൽകിയത്. അവിടെ നിന്ന് ഈ ക്ഷേത്രത്തിലെ ജീവനക്കാരിൽ നിന്ന് ഭരണസമിതി അധ്യക്ഷൻ വിവരങ്ങൾ ശേഖരിച്ചു. അദ്ദേഹം അവിടെ നിന്ന് മടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളെ DCPയുടെ നേതൃത്വത്തിൽ ഭരണസമിതി അധ്യക്ഷൻ അടക്കമുള്ളവർ ചേർന്ന് ഒരു ഫിസിക്കൽ പരിശോധന ഈ ക്ഷേത്രത്തിൻ്റെ സ്ട്രോങ് റൂമിൽ നടത്താനാണ് ആലോചിക്കുന്നത്. അത് നാളെ ഉണ്ടാകും എന്നാണ്. അപ്പോൾ നേരിട്ട് തന്നെ ഈ ആഭരണങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യം വിലയിരുത്തും. അതിനൊപ്പം തന്നെ ഈ സംശയിക്കപ്പെട്ട 6 പേർ അവരുടെ മൊഴി DCP രേഖപ്പെടുത്തിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും നിലവിൽ അവിടെ ആഭരണങ്ങൾ ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന വാർത്തകൾ വ്യാജമാണെന്ന നിലപാടിൽ തന്നെയാണ് ക്ഷേത്ര ഭരണസമിതി ഇപ്പോൾ നിൽക്കുന്നത്. ശരി.